എല്ലാവർക്കും GVS അറ്റസ്റ്റേഷനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് അറ്റസ്റ്റേഷനെ കുറിച്ച് സംസാരിക്കാം. എന്താണ് ഈ അറ്റസ്റ്റേഷൻ? നമ്മൾ നാട്ടിൽ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ലോവർ ക്വാളിഫിക്കേഷനൊക്കെ ഗസറ്റഡ് അറ്റസ്റ്റേഷൻ ചെയ്യാറ് പതിവുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിദേശ രാജ്യത്തേക്ക് പോകുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് ജെന്യൂൻ ആണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണോ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തേക്കുന്നത് അവിടുന്ന് ഉള്ള എംബസി ചെയ്ത് പോകലുണ്ട്. ഇതിനാണ് അറ്റസ്റ്റേഷൻ എന്ന് പൊതുവേ പറയാറ്. നമ്മളിപ്പോൾ UAE പോകുന്നതെങ്കിൽ ആദ്യം നമ്മൾ ആ സർട്ടിഫിക്കറ്റ് ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അതായത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സീൽ ചെയ്യുന്നു. ആദ്യം ഓതൻറ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് ജെന്യൂൻ ആണെന്നുള്ള സാക്ഷ്യപ്പെടുത്തലാണ്. അതിനുശേഷം നമ്മൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സീൽ ചെയ്യുന്നു, അതായത് വിദേശത്തേക്ക് പോകാനുള്ള പെർമിഷൻ. അതിനുശേഷം നമ്മൾ ഏത് കൺട്രിയിലേക്കാണോ പോകുന്നത് അവിടുത്തെ സ്റ്റാമ്പ് ചെയ്യുന്നു. അതാണ് മെയിനായിട്ടുള്ള അറ്റസ്റ്റേഷൻ. അപ്പോൾ ഏത് രാജ്യത്തേക്ക് പോകുന്ന ആ രാജ്യത്തെ സ്റ്റാമ്പ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അതിന് മുന്നേ 2 പ്രോസസ്സ് ചെയ്യുന്നു, അതായത് HRD പിന്നെ MEA മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. അതിന് ശേഷമാണ് നമ്മൾ പോകുന്ന കൺട്രിയുടെ സ്റ്റാമ്പ് ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ പറയുമ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നു. നമ്മൾ ഇപ്പം കുറച്ച് കൺട്രീസിലേക്കൊക്കെ അപ്പോസ്റ്റലാക്കിയിട്ടുണ്ട്, അതായത് ഒമാൻ, ബഹ്റൈൻ, യൂറോപ്യൻ കൺട്രീസ് മെയിനായിട്ട് അവിടെ അപ്പോസ്റ്റൽ സീൽ, അതായത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്ന് കിട്ടുന്ന MEA അപ്പോസ്റ്റൽ ആ സീൽ ചെയ്താൽ മതി. നേരെ മറിച്ച് നമുക്ക് UAE പോകേണ്ടതെങ്കിൽ UAE സ്റ്റാമ്പ് ചെയ്യണം. കുവൈറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ കുവൈറ്റ് സ്റ്റാമ്പ്. അതുപോലെ ഏത് കൺട്രിയിലേക്കാണോ പോകുന്നത് അവിടുത്തെ സ്റ്റാമ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ HRD ചെയ്യുന്നു, അതായത് ഓതൻറ്റിക്കേഷൻ ജെന്യൂൻ ആണെന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ ചെയ്യുന്നു. അതിനുശേഷം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സീല്, അതായത് MEA. ലാസ്റ്റാണ് നമ്മൾ ഏത് കൺട്രിയിലേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാമ്പ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ കൺട്രീസിൻ്റെയും സ്റ്റാമ്പ് ചെയ്യുന്നത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ അത് ഡൽഹിയിൽ നിന്നാണ് ചെയ്യുന്നത്. എല്ലാ എംബസികളും നമ്മുടെ ഇന്ത്യയിലെ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഇന്ത്യയിൽ നിന്ന് ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ എല്ലാ എംബസികളുണ്ട്. അതായത് എല്ലാ കൺട്രീസിലും ഈ എംബസികളുണ്ട്. അത് ഇഷ്യൂ ചെയ്യുന്ന കൺട്രിയിൽ നിന്ന് തന്നെ നമ്മൾ ആ സ്റ്റാമ്പ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് നമ്മൾ ഡൽഹി കൊണ്ടുപോയി എംബസി ചെയ്തു. അതായത് നമ്മളിപ്പോൾ UAE പോകുന്നതെന്നിരിക്കട്ടെ, ആദ്യം HRD ചെയ്തു, പിന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ചെയ്തു, പിന്നെ UAE എംബസി ചെയ്തു. അതിനുശേഷം നമ്മൾ UAE കൊണ്ടുപോയിട്ട് അവിടുത്തെ MOFA ചെയ്യണം, അതായത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്. അപ്പോഴാണ് അറ്റസ്റ്റേഷൻ കംപ്ലീറ്റ് ആകുക. ഫസ്റ്റ് ഓതൻറ്റിക്കേഷൻ, പിന്നീട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അതിനുശേഷം നമ്മൾ ഏത് രാജ്യത്തേക്കാണോ പോകുന്നത് അവിടുത്തെ എംബസി. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കുവൈറ്റാണ് അല്ലെങ്കിൽ UAE ആണ് ചെയ്തതെങ്കിൽ ആ രാജ്യത്ത് കൊണ്ടുപോയി ഒരു മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, അതായത് MOFA എന്ന് പറയും, ആ സീലും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ എംബസി അറ്റസ്റ്റേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിലേക്ക് വിളിച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതായിരിക്കും. ഈ യൂറോപ്യൻ കൺട്രിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്, അതായത് ഹയർ സ്റ്റഡീസിന് വേണ്ടി യൂറോപ്യൻ കൺട്രീസിലേക്കാണ് പോകുന്നതെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഓതൻറ്റിക്കേഷൻ സീൽ ചെയ്യുന്നു, അതായത് HRD ചെയ്യുന്നു. പിന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്ന് തന്നെയാണ് ഈ അപ്പോസ്റ്റൽ ചെയ്ത് കിട്ടുന്നത്. അത് നമുക്കൊരു 3 വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ 2 വർക്കിംഗ് ഡേയ്സ് ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതായത് മൊത്തം ടോട്ടൽ പ്രോസസ്സ് MEA അപ്പോസ്റ്റൽ ചെയ്യുന്ന ഒരാളിന് ടോട്ടൽ പ്രോസസ്സ് നമുക്കൊരു 5 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് ചെയ്തെടുക്കാം. നമ്മൾ HRDയുടെ കാര്യം പറഞ്ഞില്ലേ, മെയിനായിട്ട് ഈ HRD മസ്റ്റായിട്ട് വേണ്ടത് അത് ഖത്തറിലേക്ക് പോകുമ്പോഴും സൗദിയിലേക്ക് പോകുമ്പോഴുമാണ്. ഖത്തർ എംബസി ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ HRD ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. നേരെ മറിച്ച് നമുക്ക് UAE ആണ് ചെയ്യേണ്ടതെങ്കിൽ HRD നിർബന്ധമില്ല. അതിന് പകരം SDM, അതായത് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിൻ്റെ ഒരു സീലുണ്ട്. അത് ഡൽഹിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഡയറക്റ്റ് ഡൽഹിയിൽ നിന്ന് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിൻ്റെ സീൽ ചെയ്താൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ചെയ്യാം. പിന്നീട് നമുക്ക് UAEയോ കുവൈറ്റ് അങ്ങനെയൊക്കെയുള്ള ചില എംബസികളൊക്കെ കിട്ടും. പകരം ഖത്തറാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതാത് സ്റ്റേറ്റിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്നാണ് ഇഷ്യൂ ചെയ്തെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ നോർക്ക ചെയ്യണം. നോർക്ക എന്ന് പറയുന്നത് HRD ആണ്. നോർക്ക അറ്റസ്റ്റേഷൻ, HRD അറ്റസ്റ്റേഷൻ, ഓതൻറ്റിക്കേഷൻ, ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. അതിന് പല പേരിൽ അറിയപ്പെടുന്നെന്ന് മാത്രം. ഇപ്പം കേരളത്തിൽ നിന്നാണ് ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും നോർക്ക മെയിനായിട്ട് 3 സെൻറ്റർ ഉണ്ട്: ട്രിവാൻഡ്രം, കോഴിക്കോട്, എറണാകുളം. ഇതിലേതെങ്കിലും ഒരു സെൻറ്ററിൽ ഒന്ന് നോർക്ക ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോർക്ക സൈറ്റിൽ പോയി
രജിസ്റ്റർ ചെയ്ത് ഒരു ഡേറ്റ് എടുക്കണം. ആ ഡേറ്റിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും ഒറിജിനലും ഒരു സെറ്റ് കോപ്പിയും പാസ്പോർട്ട് കോപ്പിയൊക്കെ ആയിട്ട് ഡയറക്റ്റ് നോർക്കയിലെത്തണം. ഇനി ഡയറക്റ്റ് നമുക്ക് പോകാൻ പറ്റില്ല, നമ്മൾ എബ്രോഡാണുള്ളതെങ്കിൽ ബ്ലഡ് റിലേറ്റീവ്സിനെ റിലേഷൻ പ്രൂഫുമായിട്ട് വിടണം. അപ്പം നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പിയും വിസ പേജ് കോപ്പി, അതായത് എബ്രോഡാണെന്നുള്ളതിൻ്റെ പ്രൂഫിന് വിസ പേജ് കോപ്പിയായിട്ട് നോർക്കയിൽ പോവുക, അവിടുന്ന് HRD ചെയ്യുക, അതിനുശേഷം മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ചെയ്യുക, എന്നിട്ട് ഖത്തർ എംബസി ചെയ്യുക, ഖത്തറിൽ കൊണ്ടുപോയിട്ട് മോഫിൻ ചെയ്യുക. അപ്പോൾ ഖത്തർ എംബസിയുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഞാനിത് എടുത്തു പറഞ്ഞത് എല്ലാ എംബസിയും നമുക്ക് HRD ഇല്ലാതെ കിട്ടില്ല എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് സൗദി എംബസിക്കും ഖത്തർ എംബസിക്കും നോർക്ക നിർബന്ധമാണ്. കേരളത്തിൽ നിന്നാണ് ഇഷ്യൂ ചെയ്തെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ ചെയ്യണം. കേരളത്തിൽ പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് സെയിം ഡേ തന്നെ കിട്ടും, അവിടെ ഓൺലൈൻ വെരിഫിക്കേഷനാണ്. എന്നാൽ അതർ സ്റ്റേറ്റ്, അതായത് ബാംഗ്ലൂർ, ഹൈദരാബാദ്, മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ അങ്ങനെയുള്ള ബാക്കി എല്ലാ സ്റ്റേറ്റിലും യൂണിവേഴ്സിറ്റി വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടേ നമുക്ക് HRD കിട്ടുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. കേരളത്തിൽ മാത്രമേ ഉള്ളൂ നോർക്ക, അവിടുന്ന് ഓൺലൈൻ വെരിഫിക്കേഷൻ ആയതുകൊണ്ട് സെയിം ഡേ തന്നെ കിട്ടും, മറ്റ് പ്രോബ്ലം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ. എന്നാൽ മറ്റുള്ള സ്റ്റേറ്റിൽ യൂണിവേഴ്സിറ്റി വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടേ നമുക്ക് HRD കിട്ടുള്ളൂ. എങ്കിൽ കൂടിയും ഖത്തറിലേക്ക് പോകുന്ന അതല്ലെങ്കിൽ സൗദിയിലേക്ക് പോകുന്ന ഒരു വ്യക്തി HRD നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. പിന്നെ ഹയർ സ്റ്റഡീസിനൊക്കെ യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് HRD അവർ ആവശ്യപ്പെട്ടാൽ അതും അതാത് സ്റ്റേറ്റിൽ നിന്ന് തന്നെ ചെയ്തിട്ട് വേണം യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിൽ ME അപ്പോസ്റ്റിൽ ചെയ്യേണ്ടത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.